ഭാഗ്യലക്ഷ്മി എത്രാം വയസ്സിലാണ് ഈ യോഗ പ്രാക്ടീസ് തുടങ്ങിയത്? എത്രാം വയസ്സിലായിരുന്നു? 10ാം വയസ്സിലായിരുന്നു ഞാൻ യോഗയിലേക്ക് പ്രവേശിക്കുന്നത്. എൻ്റെ ആശാൻ സുധീന്ദ്രനാഥ് ഗുരുക്കളായിരുന്നു. ഞാൻ കളരിയിൽ നിന്നാണ് യോഗയിലേക്ക് വന്നത്. ഈ കളരിപ്പയറ്റ് എത്രാം വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്? 10 വയസ്സിൽ തന്നെ. 10 വയസ്സിൽ ആദ്യം കളരിപ്പയറ്റാണ് തുടങ്ങിയത്? അതെ, കളരിപ്പയറ്റ് പഠിക്കാൻ ചെന്നു. ഇപ്പോഴും കളരിപ്പയറ്റ് ഉണ്ട്. കൂട്ടത്തിൽ ഞങ്ങളെ യോഗയും കൂടെ ചെയ്യിപ്പിക്കുമായിരുന്നു. അങ്ങനെ സാറ് മത്സരത്തിലിറക്കി, അങ്ങനെ പ്രൈസ് കിട്ടി. അങ്ങനെ ഓരോരോ കയറി സ്റ്റേറ്റ് ലെവൽ വന്നു, നാഷണൽ വന്നു. അങ്ങനെ നിൽക്കണം. ഇപ്പോൾ ഈ 2024 എനിക്ക് കൊൽക്കത്തയിൽ വെച്ചായിരുന്നു നാഷണൽ മത്സരം. ജില്ലയിൽ ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു, സ്റ്റേറ്റിലും ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. അവിടെ മത്സരം നടന്നപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ കാണുമായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ എത്രയായിരുന്നു എന്ന് വിലയിരുത്തായിരുന്നു. അപ്പം നമ്മളെല്ലാം കണ്ടൊന്നുമില്ല, അതുകൊണ്ട് എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ പ്രൈസ് കിട്ടിയപ്പം നല്ല സന്തോഷമായി. ഏകദേശം 10 വയസ്സ് മുതൽ ഈ യോഗ അഭ്യാസത്തിലേക്ക് കടന്നു വന്നതാണ്. അപ്പോൾ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഈ യോഗ കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്? ആദ്യമായിട്ട് തന്നെ ഞാൻ സ്പോർട്സ് യോഗയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. സ്പോർട്സ് യോഗയും സാധാരണ യോഗയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. യോഗ ഒരിക്കലും ഒരു മത്സര ഇനമല്ല. സ്പോർട്സ് യോഗ എന്ന് പറയുമ്പോഴത്തേനും യോഗാസനാസ് ആണ്. യോഗാസനാസ് കൊണ്ട് മാത്രമുള്ളതാണ് സ്പോർട്സ് യോഗ. യോഗ മത്സര ഇനമല്ല. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. ഈ ഒരു ദിവസത്തിൽ മാത്രം യോഗ ഒതുക്കാതെ എല്ലാവരും യോഗ ഒരു ദിനചര്യയായിട്ട് മുന്നോട്ട് കൊണ്ടുവരണം. വിദ്യാഭ്യാസത്തിന്റെ സ്ട്രെസ്, അതുപോലെ ജോലിയുടെ തിരക്ക്, അതെല്ലാം കുറയ്ക്കാൻ പറ്റുന്ന ഒരു വഴി കൂടിയാണ് യോഗ. അതുപോലെ നമുക്ക് ഒരുപാട് രോഗങ്ങൾക്ക് പരിഹാരമാണ് യോഗ. അതുകൊണ്ട് എല്ലാവരും യോഗ ചെയ്യും.